നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് നോക്കാം. എന്താണ് ഫാക്ടോറിയൽ? ഉദാഹരണത്തിന് 5 എന്നൊരു സംഖ്യ എടുക്കുകയാണ്. 5ൻ്റെ ഫാക്ടോറിയൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈക്വൽ ടു 1 × 2 × 3 × 4 × 5 ഇന്ന് കാണിക്കുന്നതാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകെ ഉള്ള ഗുണനഫലമാണ് 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതിനെ നമ്മൾ എക്സ് ഒരു വേരിയബിൾ എടുത്തു. അതിലോട്ട് നമ്മൾ ഒരു ഇൻറ്റിജർ നമ്പർ എടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റ് ഓഫ് എൻ്റർ എ നമ്പർ. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏത് നമ്പറിൻ്റെയും ഫാക്ടോറിയൽ നമുക്കിവിടെ കാണണം. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് നമുക്ക് എന്ത് കൊടുക്കണം? ദ ഫാക്ടോറിയൽ ഈസ് എന്നും കൊടുക്കാം. അപ്പോൾ രണ്ടാമതായിട്ട് പ്രിൻറ്റ് ദി ഫാക്ടോറിയൽ ഈസ് എന്നും പറഞ്ഞു അതിൻ്റെ രണ്ടാമത്തെ മെസ്സേജ് കൊടുത്തു. ഇനി ഗുണനഫലം എല്ലാം കൂടി ഒരു നമ്പറിലോട്ട് കൊടുക്കണം. അതിനായിട്ട് n എന്നുള്ള നമ്പർ കൊടുത്തു. എൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർ ലൂപ്പ് വെച്ച് നോക്കാം. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എവിടെ തുടങ്ങണം? 1ൽ തുടങ്ങണം. എവിടെ വരെ പോകണം? x+1 വരെ പോകണം. x+1 വരെ പോയി. ഇനി കോളം കൊടുത്തു. ഇനി നമ്മൾ എന്നിന് വാല്യൂ കൊടുത്താൽ മതി. n ഈക്വൽ ടു n സ്റ്റാർ ഐ എന്ന് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ പ്രിൻറ്റ് കൊടുത്താൽ മതി. പ്രിൻറ്റ് n കൊടുത്താൽ മതി. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എറർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാല്യൂ എററാണ് കാണിച്ചിരിക്കുന്നത്. ഇൻവാലിഡ് ലീഗൽ ഫോർ ഇൻ റേഞ്ച് എന്നുള്ള ഇതാണ്. എൻ്റർ എ നമ്പർ എന്നുള്ള പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കണം. എൻ്റർ ഇവിടെ ഇൻപുട്ട് എന്നുള്ളത്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ F10 അടിച്ചു. എൻ്റർ എ നമ്പർ 5 ഫാക്ടോറിയൽ ഈസ് 120. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 6 സ്റ്റെപ്പിലാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് തീർന്നത്. അപ്പോൾ ഇനി നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ പ്രോഗ്രാം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈൽ ലൂപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഐ ഡിക്ലെയർ ചെയ്യണം. ഐ ഈക്വൽ ടു 1. അതിനുശേഷം വൈൽ ലൂപ്പ് തുറക്കണം. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വരെ പോകണം. എക്സ്. ഇനി n ഈക്വൽ ടു n സ്റ്റാർ ഐ കൊടുക്കണം. അതിനുശേഷം ഐക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കണം. ഐ ഈക്വൽ ടു i+1 കൊടുക്കണം. അതിനുശേഷം നമുക്ക് പ്രിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രിൻറ്റ് ഓഫ് n കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഷിഫ്റ്റ് കൺട്രോൾ F10 അടിക്കുക. എൻ്റർ ദ നമ്പർ 5 കൊടുത്തു. 5ൻ്റെ നമുക്ക് മുമ്പേ കണ്ട അതേ വാല്യൂ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 8 സ്റ്റെപ്പിലാണ് പ്രോഗ്രാം തീർന്നത്. അപ്പോൾ നമുക്ക് 6 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോർ ലൂപ്പിൽ പ്രോഗ്രാം തീർക്കാൻ പറ്റും. 8 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈൽ ലൂപ്പിലും പ്രോഗ്രാം തീർക്കാൻ പറ്റും. ഏറ്റവും നല്ലത് ഒരു പ്രോഗ്രാം മിനിമം ലൈനിൽ തീർക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പാണ്. ഇതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫാക്ടോറിയൽ കൊടുക്കുകയാണ്. n എന്നൊരു ഫാക്ടോറിയൽ കൊടുത്തു. വേറൊരു നമ്പർ എനിക്ക് m ഫാക്ടോറിയൽ വേറൊരു നമ്പർ കൊടുത്തു. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ m ഫാക്ടോറിയൽ. ഇതിനുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതുമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.